ഞങ്ങളുടെ മുരളി മേശിരിയുടെ കുട പുതിയ മോഡൽ കുടയാണ്. ഈ കുട ആർക്കും കിട്ടത്തൊന്നുമില്ല. ഇത് വലിയ വില കൊടുത്ത് പുള്ളിക്കാരൻ വാങ്ങിച്ചതാണെന്നാണ് പറയുന്നത്. പഴയകാലത്തെ കുടയെന്നാണ് പറയുന്നത്. പഴയകാലത്തെ ഒരു കുടയാണിത്. ഈ കുടയൊന്നും ആർക്കും ഇപ്പം ഇല്ല ഈ കുടയൊന്നും. പാളയ്ക്ക് പകരമുള്ളതാണെന്നാണ് പറഞ്ഞത് പുള്ളിക്കാരന്. പണ്ട് പാളയായിരുന്നു, മഴയത്തും ചൂടത്തൊക്കെ പാളയ്ക്ക് പകരമാണെന്നാണ് പറഞ്ഞത്. അപ്പം അത് കഴിഞ്ഞപ്പോഴായി പുള്ളിക്കാരൻ ഈ മോഡൽ കണ്ടുപിടിച്ചത്. ഈ മോഡല് എങ്ങനെയുണ്ട്? പുള്ളിക്കാരനെ ഏത് സൈറ്റിൽ ജോലിക്ക് പോയാലും ഇതാണ് പുള്ളിക്കാരൻ്റെ മോഡല്. അത് മുരളി മേശിരി 1 മണിയായി. മേശിരി 1 മണിയായി. പുതിയ സൈസ് കുടയാണ്. പുള്ളിക്കാരൻ പറഞ്ഞ് ജയിപ്പിച്ച് കൊണ്ട് വിട്ട കുടയായത്. മുരളി കുട എവിടുന്ന് കിട്ടി? മുരളി പുള്ളിക്കാരൻ അനക്കൊന്നുമില്ല, ജോലിയില്ലാതെ നിൽക്കുന്നത്. 1 മണിയായി. അപ്പോൾ 1 മണിയുടെ ചൂടില്ലാതെ നിൽക്കുന്നത്. മുരളി കുട എവിടുന്നാണ് കിട്ടിയതോ? പണിയിപ്പിച്ചാന്നോ? പണിച്ചാന്നോ? അപ്പോൾ ഈ പണിച്ചപ്പോൾ എത്ര രൂപ ചിലവായി? പൈസ വരും ചിലവായോ? അപ്പോൾ പഴയ മോഡലിലേക്ക് പോവുക അല്ലയോ? നല്ലത്. അങ്ങനെ മുരളി മേശിരി പറയുന്നത് പുതിയ മോഡലിലേക്ക് പോകുന്നില്ല, പഴയ മോഡലിലേക്ക് തന്നെയാണ് പോകുന്നത്. അങ്ങനെ പഴയ മോഡലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 1 മണിയുടെ ചൂടിലുള്ള ഭയങ്കര വർക്കിലാണ്. ഈ ആശാരിമാർ 1 മണിയാകുമ്പം തല്ലി കൂട്ടുന്ന പോലെ 1 മണിയാകുമ്പോഴാണ് നോക്കുന്നത്. മതി വേണ്ട, അത് മതി. ഏതോ അങ്ങനെ വെച്ച് തരാം. അല്ല അങ്ങനെ വെക്കണ്ട, അവിടെ ഇഷ്ടേ വെച്ച് അടച്ചാൽ മതി. ഇഷ്ടേ വെച്ച് അടച്ചാൽ മതി. മേശിരി പണിക്ക് ഇറങ്ങിയിട്ട് എത്ര കൊല്ലമായോ മേശിരി? മേശിരി 10-20 കൊല്ലമായോ? ഈ പണിക്ക് ഇറങ്ങിയിട്ട് എത്ര കൊല്ലമായി? ഈ പണിക്ക് ഇറങ്ങിയിട്ട് എത്ര കൊല്ലമായി? 20 കൊല്ലമായോ? 30ാമത്തെ വയസ്സിൽ ഇറങ്ങിയതാണ്. ഇപ്പം 60 വയസ്സുണ്ട്. 30 കൊല്ലത്തെ എക്സ്പീരിയൻസാണ്. 30ാമത്തെ വയസ്സിൽ പണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പം 60 വയസ്സുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ ജോലിയാണ്. മേശിരി ഐഡിയ പ്രകാരം മേശിരി ചെയ്യുക. മതി. പിന്നെ ഇപ്പം മേശിരി പറയുന്നത് വീട്ടിൽ ചുമ്മാ ഇരിക്കണ്ടല്ലോ, നമ്മളെ കൊണ്ട് കഴിയാവുന്ന സമയം വരെ അധ്വാനിച്ച് ജീവിക്കുക. ദൈവം തന്ന ആരോഗ്യം കളയാൻ പാടില്ല. ആരോഗ്യം നമ്മൾ ബലപ്പെടുത്തി തന്നെ ചെയ്യുക എന്നാണ് മേശിരി പറയുന്നത്. അപ്പം ചുമ്മാതിരിക്കുന്ന മേശിരിക്ക് ഇഷ്ടമല്ല. എത്ര വയസ്സ് വരെയും ദൈവം ആരോഗ്യം തരുന്ന അന്ന് വരെ മേശിരി ജോലിക്ക് ഇറങ്ങുക. ചുമ്മാ ഇരുന്ന് നമ്മൾ ആഹാരം കഴിക്കുന്നതിനൊക്കെ നല്ലതാണ്. അപ്പം മേശിരിയുടെ ദൈവം തരുന്ന ആരോഗ്യം ആവുന്ന സമയം വരെ ജോലി ചെയ്യുക. ഇല്ലേ മേശിരി? ആവുന്ന സമയം വരെ ജോലി ചെയ്യുന്നു. ദൈവം തരുന്ന ആരോഗ്യം. അപ്പം മേശിരിക്ക് അതാണ് മേശിരിയുടെ ഐഡിയ. അപ്പം സ്വന്തമായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ആരുടെ 5 പൈസ ചോദിക്കണ്ട. അതാ മേശിരി പറയുന്നത്. ഇല്ലേ മേശിരി? ആരും ചോദിക്കണ്ട. ആ മേശിരി പറയുന്നത് ദൈവം തരുന്ന ആരോഗ്യം വരെ ജോലി ചെയ്യുക, അധ്വാനിക്കുക, ജീവിക്കുക. ചുമ്മാതെ ഇരിക്കുന്നത് ശരിയല്ല. ആ മേശിരി പറയുന്നത്. ഇല്ലേ മേശിരി? അപ്പം മേശിരിക്ക് വല്ലതും പറയാനുണ്ടോ?
മേശിരി ഒന്നും പറയാനില്ല. ആ മേശിരിക്ക് ഇഷ്ടംപോലെ ജോലിയുണ്ട്. കാര്യം ഇതുപോലെ ചെറിയ ചെറിയ ജോലികൾക്ക് ആൾക്കാർ വിളിച്ചുകൊണ്ടേയിരിക്കും. ഒരു ദിവസപ്പണി, 2 ദിവസപ്പണി, 3 ദിവസപ്പണി, കാലിനെ കിട്ടാനില്ല. അതുപോലെ വലിയ വലിയ ആൾക്കാർ ചെറിയ പണിക്കൊന്നും വരുത്തുമില്ല. അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള ചെറിയ പണിക്കൊന്നും ആരെയും കിട്ടത്തില്ല. വലിയ വലിയ കോൺട്രാക്ടർമാർ, എഞ്ചിനീയർമാർ ആരും വരത്തില്ല. അപ്പം മേശിരിക്ക് എന്നും മറക്കാം. 360 ദിവസം ഉണ്ടെങ്കിൽ 300 ദിവസം മേശിരിക്ക് ജോലിയാണ് ഇതുപോലത്തിൽ. കാര്യം ചെറിയ ചെറിയ ജോലിക്കാരെ മേശിരിമാരെ കിട്ടാനില്ല. പിന്നെ വല്ല ബംഗാളികളെയൊക്കെ തിരക്കി പോകണം. അപ്പം അതാണ് മേശിരിയുടെ രീതി. അപ്പം മേശിരി ആര് വിളിച്ചാലും പോകും. മേശിരി കയറില്ല. ഇപ്പം വലിയ വലിയ ആൾക്കാർ പണിഞ്ഞ വീടാണെന്ന് പറഞ്ഞാലും മേശിരി ആര് വിളിച്ചാലും പോയി ജോലി ചെയ്യും. അല്ല മേശിരിക്കൊരു പിണക്കമില്ല. ഉണ്ടോ മേശിരി? പിണക്കം വല്ലതും ഉണ്ടോ? ആ മേശിരിക്ക് പിണക്കമില്ലാത്തൊരു മേശിരിയാണോ? ആരോടും പിണക്കമില്ല. വലിയ വീട് ഇന്നാരെ കൊണ്ട് പണിയിപ്പിച്ചല്ലോ, അതുകൊണ്ട് ഞാൻ ചെറിയ പണിക്കുണ്ടെങ്കിൽ വരുത്തില്ലയോ, അങ്ങനെയൊന്നുമില്ല. എല്ലാ പണിയും മേശിരി ചെയ്യും. ആർക്കും ചെയ്യും. ചെറുപ്പമോ വലിപ്പമോ ഒന്നുമില്ല. ആ